ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ കാരകാണ്. വാക്യത്തിലെ നാമത്തിനും സർവനാമത്തിനും മറ്റു വാക്കുകളുമായുള്ള ബന്ധം കാണിക്കുന്ന രൂപത്തെയാണ് കാരക് എന്ന് പറയുന്നത്. അതിൽ ബച്ചോംനെ പന്തർ സെ ബില്ലിക്കോ മാര, കുട്ടികൾ കല്ലുകൊണ്ട് പൂച്ചയെ അടിച്ചു. ഈ ബച്ചേനെ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവൻ, കുട്ടികൾ, കർത്താകാരക്. പന്തർ സെ അതൊരു ഉപകരണമാണല്ലോ, മീൻസ് കല്ല്. ബില്ലിക്കോ പ്രവൃത്തി ബാധിക്കുന്നത്, അത് ആരെയാണോ ഇതാക്കുന്നത്, കർമ്മകാരക്. ഒരു വാക്യത്തിൽ പല കാരകങ്ങളും ഒരുമിച്ച് വരാം. ഉസ്കാ ദർ കേരൾ മേം ഹെ, അവൻ്റെ വീട് കേരളത്തിലാണ്. ഉസ്ക എന്ന് പറഞ്ഞാൽ ബന്ധം കാണിക്കുന്നു, സംബന്ധകാരക്. കേരൾ മേം സ്ഥലം, അധികാരൻ കാരക്. ലീല കി കിതാബോം അച്ചി ഹെ, ലീലയുടെ പുസ്തകങ്ങൾ നല്ലതാണ്. കി സ്വന്തം എന്ന ബന്ധം, സമ്പത്ത് കാരക്. മീര കെ കപ്പടെ അച്ചേ ഹെ, മീരയുടെ വസ്ത്രങ്ങൾ നല്ലതാണ്. കെ ബന്ധം കാണിക്കുന്നു, സമ്പത്ത് കാരക്. പ്രതാപ് നെ കലം സേ ലിഖ, പ്രതാപ് പേന കൊണ്ട് എഴുതി. നേ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവനും, സേ എന്ന് പറഞ്ഞാൽ ഉപകരണമാണ്. ജാൻകി നെ ഉസ്കോ 5 റുപ്യ ദിയ, ജാനകി അവന് 5 രൂപ കൊടുത്തു. ഉസ്കോ എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തു, അപ്പം സമ്പ്രദാൻ കാരക്. വഹ് പേട് സേ ഗിര, അവൻ മരത്തിൽ നിന്ന് വീണു. സേ എന്ന് പറഞ്ഞാൽ വേർപാട്, ആപദാൻ കാരക്. മാം നെ ബച്ചോ കോ ദൂത് കിയ, അമ്മ കുട്ടിക്ക് പാല് കൊടുത്തു. ബച്ചോം കോ ആർക്ക് കൊടുത്തു, സമ്പ്രദാൻ കാരക്. മേജ് പർ കിതാബ് ഹെ, മേശപ്പുറത്ത് പുസ്തകമുണ്ട്. പർ സ്ഥലം, ആധികാരൻ കാരക്. കമരെ മേം ബില്ലി ഹെ, മുറിയിൽ പൂച്ചയുണ്ട്. മേം സ്ഥലം, അത് അധികാരൻ കാരകാണ്. ഇതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഇൻ വാക്യോ മേം ने से को का के की में पर आदि के प्रयोग से एक वाक्य के विभिन्न शब्दों का പാരസ്പരിക സംബന്ധ പ്രതീത് ഹോത്താ ഹെ. ഈ വാക്യങ്ങളിൽ നേ, സേ, കോ, കാ, കെ, കി, മേം, പർ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത്. ഇവയെ വിഭക്തി ചിഹ്ന എന്ന് പറയുന്നു. सपना या सर्वनाम के जिस रूप से वाक्य के अन्य शब्द के साथ उसका संबंध प्रकट हो उसे कारक कहता है. നാമത്തിനോ സർവനാമത്തിനോ വാക്യത്തിലെ മറ്റു വാക്കുകളുമായുള്ള ബന്ധം കാണിക്കുന്ന രൂപം കാരകം എന്ന് അറിയപ്പെടുന്നു. इसको सूचित करने वाले ശബ്ദോശം കാ വിഭക്തി ചിഹ്ന कहते हैं. ഈ ബന്ധം കാണിക്കുന്ന ചെറിയ ചിഹ്നങ്ങളാണ് വിഭക്തി ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. കാരക്ക് 8 ഭേദ്, കാരങ്ങൾ 8 വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെയാണ് കർത്തകാരക്. സപ്ന യാ സർവനാം കെ ജിസ് രൂപം സെ കാര്യ കർണേ വാലേ കാ ബോധ് ഹോത്തേ ഹെ ഉസേ കർത്തേ കാരക് കഹത്തെ ഹെ. പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന രൂപമാണ് കർത്തകാരക്. ഇസ്കാ വിഭക്തി ചിഹ്ന നേ ഹെ, കർത്താകാരകിൽ നേ ആണ്, ഇതിന് വിഭക്തി ചിഹ്നം നേ ആണ്. ഉദാഹരണങ്ങൾ ശ്രുതി നേ ആം ഗയ, ശ്രുതി മാമ്പഴം തിന്നു. ശാരദ ഗീത് ഗാത്തി ഹെ, ശാരദ പാട്ട് പാടുന്നു. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നവർ ശ്രുതിയും ശാരദയുമാണ്. രണ്ടാമത്തത് കർമ്മകാരക്. ക്രിയാ കെ വ്യാപാർ കാ ഫൽ ജിസ് വ്യക്തി യാ വസ്തു പർ പടാത്ത ഹെ ഉസ്കാ ബോധ് കർണേ വാല ശബ്ദ് കർമ്മകാരക് കഹലാത്തെ ഹെ. പ്രവൃത്തിയുടെ ഫലം ഏത് വ്യക്തിയിലോ വസ്തുവിലോ ബാധിക്കുന്നുവോ അതാണ് കർമ്മകാരകം. ഇസ്കാ വിഭക്തി ചി കോ ഹെ, ഇതിൻ്റെ ചിഹ്നം കോ ആണ്. രവി നെ അപ്പനെ മിത്ര കോ ബുലായ, രവി തൻ്റെ സുഹൃത്തിനെ വിളിച്ചു. വിളിക്കപ്പെട്ടത് മിത്രാണ്. മൂന്നാമത്തത് कारण कारक. सपना या सर्वनाम के जिस रूप से क्रिया के साधन को बोध होता है उसे करण कारक कहता है. പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കാണിക്കുന്നതാണ് കാരൺ കാരക്. ഇസ്കാ വിഭക്തി ചിഹ്ന സേ ഹെ, ചിഹ്നം സേ ആണ്. ചിത്രജിത് നെ പെൻസിൽ സേ ചിത്ര ഗീച്ച, ചിത്രജിത്ത് പെൻസിൽ കൊണ്ട് ചിത്രം വരച്ചു. ഇവിടെ ഉപകരണം എന്ന് പറഞ്ഞാൽ പെൻസിലാണ്. നാലാമത്താണ് സമ്പ്രദാൻ കാരക്, സമ്പ്രദാനകാരക്. जिसको कुछ दिया जाए या जिसके लिए कुछ किया जाए उसका बोध करने वाले സമ്പ്രദാൻ കാരക് कहलाते हैं. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയോ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ സമ്പ്രദാന കാരകമാണ്. ഉദാഹരണം മധുവിനെ അപ്പനെ ഛാത്രോക്കോ ഏക് കിതാബ് ദി, മധു തൻ്റെ വിദ്യാർത്ഥിക്ക് ഒരു പുസ്തകം നൽകി. കിട്ടിയത് ഛാത്രയ്ക്കാണ്, കിട്ടിയ ആൾ. അഞ്ചാമതാണ് ആപദാൻ കാരക്. സപ്ന യാ സർവനാം കെ ജിസ് രൂപ സെ അൽഗാവ് പ്രകട് ഹോ ഉസേ ആപദാൻ കാരക് കഹത്താ ഹെ. വേർപാട് അല്ലെങ്കിൽ അകലം കാണിക്കുന്നതാണ് ആപദാന കാരക്. ലക്ഷ്മൺ ദില്ലി സെ ആയ, ലക്ഷ്മൺ ഡൽഹിയിൽ നിന്ന് വന്നു. ഡൽഹിയിൽ നിന്ന് എന്നത് വേർപാട് കാണിക്കുന്നു. ആറാമത്തെയാണ് സമ്പത്ത് കാരക്. സപ്ന യാ സർവനാം കെ जिस रूप से दूसरी वस्तु के साथ उसका संबंध मालूम होता है उसे संबंध कारक कहता है. രണ്ട് വസ്തുക്കളിലോ ആളുകളിലോ ഉള്ള ബന്ധം കാണിക്കുന്നതാണ്
സംബന്ധ കാരകം എന്ന് പറയുന്നത്. അതിൻ്റെ ചിഹ്നങ്ങൾ ക, കെ, കി. ഉദാഹരണങ്ങൾ ഗോപാൽ കാ ബേട്ട മധു ഹെ, ഗോപാലിൻ്റെ മകൻ മധു ആണ്. ലീല കി ബേട്ടി ഗീത ഹെ, ലീലയുടെ മകൾ ഗീതയാണ്. ഇവിടെ സ്വന്ത ബന്ധം ലൈക്ക് റിലേറ്റീവ്സ് അങ്ങനെയുള്ള സ്വന്ത ബന്ധങ്ങൾ കാണിക്കുന്നു. ഏഴാമത്തത് ആദികാരൻ കാരക്. सपना या सर्वनाम के जिस रूप से क्रिया या सपना के आधार को बोध हो उसे ആദികാരൻ കാരക कहता है. പ്രവൃത്തി നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അടിസ്ഥാനം കാണിക്കുന്നതാണ് ആദികാരണ കാരക. ചിഹ്നം മേം പർ. രാജ്മഹൽ മേം രാജ ഔർ റാണി ഹെ, രാജ്മഹലിൽ രാജാവും രാജ്ഞിയുമുണ്ട്. ഛത് പർ പക്ഷി ഹെ, മേൽക്കൂരയ്ക്കപ്പുറത്ത് പക്ഷികളുണ്ട്. എട്ടാമത്തെയാണ് സംബോധൻ കാരക്, അഭിസംബോധന ചെയ്യുന്നത്. സപ്ന കെ ജിസ് രൂപ സെ കിസി കോ പുകാരന യാ ചേതന കാ ബോധ് ഹോത്താ ഹെ ഉസേ സംബോധൻ കാരക് കഹത്താ ഹെ. ആരെങ്കിലും വിളിക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അഭിസംബോധന കാരക്. അതിൻ്റെ ചിഹ്നങ്ങൾ ഹേ, അരേ, അഹോ. ഉദാഹരണങ്ങൾ അരേ കഹാം ജാ രഹേ ഹോ, ആരെ എവിടേക്കാണ് പോകുന്നത്. ഹേ ഈശ്വർ രക്ഷാ കീജിയേ ഹോ, ദൈവമേ രക്ഷിക്കണമേ. കാരക് എന്നത് വാക്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. പ്രധാനമായും 8 തരത്തിലുള്ള കാരകങ്ങളാണുള്ളത്. നേ, കോ, സേ, മേം, പർ പോലുള്ള വിഭക്തി ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തിരിച്ചറിയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാരക് എന്നുള്ള ഗ്രാമർ പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞ് വെച്ചാൽ മതി എന്താണെന്ന് മാത്രം. ആരും ഓവറായിട്ട് പഠിക്കാൻ പോകണ്ട. അപ്പം ഇതിലുള്ള ഈ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ നോക്കാനും മറക്കല്ലേ.